ഇനി തൊഴിലാളികളുടെ അവകാശങ്ങൾ അവർ വെട്ടിയെറിഞ്ഞു നിരത്തുകയായി. ഇവിടെ പ്രമോഷൻ ഇല്ലാതെ ഓഫീസിനുള്ളിൽ പാവങ്ങൾ ആശകളറ്റ് തളരുകയായി. ഇടത് പക്ഷമേ വഞ്ചന നിർത്തൂ. പ്രിയ ജീവനക്കാരെ, തൊഴിലാളി സുഹൃത്തുക്കളെ, ജനുവരി 22 ബുധനാഴ്ച കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിലെ ജീവനക്കാർ പണിമുടക്കുന്നു. ശമ്പള പരിഷ്കരണ ചരിത്രത്തിൽ ഇടതു സംഘടനകൾ കണ്ടെത്തിയതും അത്യപൂർവമായി വിശേഷിപ്പിക്കാവുന്നതുമായ വസ്തുതയാണ് 20% എത്രയോ വലുതാണ് 10% എന്ന മാതൃകാപരമായ ഇടതിന്റെ തീരുമാനം. ഇന്നും നിലനിൽക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് ഈ സ്ഥാപനവും സ്ഥാപനത്തിലെ തൊഴിലാളികളും കടന്നുപോകുന്നത്. ഒന്നാം ഇടതു സർക്കാരിന്റെ കാലം മുതൽ ജീവനക്കാരുടെ നിരവധിയായ ആനുകൂല്യങ്ങൾക്കും അവകാശങ്ങൾക്കും മീതെ വെട്ടിനിരത്തലിന്റെ കഴുകൻ കണ്ണുകൾ പറക്കുന്നുണ്ടായിരുന്നെങ്കിലും ശക്തമായ പ്രതിപക്ഷ സംഘടന എന്ന നിലയിൽ KEC INTUCയുടെ ചെറുത്തുനിൽപ്പുകൾ ഒരു പരിധിവരെ ജീവനക്കാർക്ക് ആശ്വാസമായിരുന്നു. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം നടന്ന റഫറണ്ടത്തിൽ വർക്കേഴ്സ് അസോസിയേഷന് 53% തൊഴിലാളികൾ സോൾ ബാർഗൈനിങ് പദവി നേടിക്കൊടുത്തതിനു ശേഷം അധികാരത്തിന്റെ സർവ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് കൂടെ നിന്നവരും അല്ലാത്തവരുമായ മുഴുവൻ ജീവനക്കാരുടെയും അവകാശങ്ങൾക്കെതിരെ യാതൊരു മാനദണ്ഡവുമില്ലാതെ പ്രതികരിക്കുകയാണുണ്ടായത്. അവകാശങ്ങൾ നേടിയെടുക്കുവാൻ നിരവധി രക്തസാക്ഷികളെ സംഭാവന ചെയ്തിട്ടുണ്ടെന്ന് രായ്ക്ക് രാമായണം നാഴികയ്ക്ക് 40 വട്ടം പ്രഖ്യാപിക്കുന്ന ഭരണപക്ഷ യൂണിയന്റെ നേതൃത്വത്തിൽ 20% വരുന്ന ക്ഷാമവത്ത് തടഞ്ഞു വെച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്നതിനോടൊപ്പം ജീവനക്കാരന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശങ്ങളിൽ ഒന്നായ ലീവ് സറണ്ടർ അകാരണമായി മരവിപ്പിച്ചിട്ട് വർഷം പലത് കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ 5 വർഷമായി അപകടകരമായ സാഹചര്യത്തിൽ രാത്രിയിലും പകലും ജോലി ചെയ്യുന്ന ജീവനക്കാർ ജോലിക്കിടയിൽ പോസ്റ്റിൽ നിന്നും വീണ് മരണപ്പെട്ടാൽ അവന്റെ കുടുംബത്തിന് ലഭിക്കേണ്ട ആശ്രിത നിയമനം 53% ഒത്താശയോടെ തടഞ്ഞു വെച്ചിരിക്കുന്ന സാഹചര്യം ഇന്നും ഈ പ്രസ്ഥാനത്തിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ INTUC പണിമുടക്കുമായി മുന്നോട്ടു പോകുന്നത്. 8 വർഷത്തിലേറെയായി വാർഷിക ഇൻക്രിമെന്റ് മാത്രം ലഭിച്ചുകൊണ്ട് രാത്രിയിലും പകലും ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഇലക്ട്രിസിറ്റി വർക്കർ ലൈമാൻ സെക്കൻഡിലേക്കും ലൈമാൻ സെക്കൻഡിൽ നിന്നും ലൈമാൻ 1ലേക്കും ലൈൻമാൻ ഗ്രേഡ് 1ൽ നിന്നും ഓവർസിയറിലേക്കുമുള്ള പ്രമോഷൻ കാത്തു നിൽക്കുന്ന ജീവനക്കാരെ അംഗീകാരന്റെ ആശീർവാദത്തോടെ കോടതിയലക്ഷ്യം എന്ന് പറഞ്ഞു നടക്കുവാൻ തുടങ്ങിയിട്ട് കാലമേറെയായില്ലേ? 2023 മുതൽ കഴിഞ്ഞ 2 വർഷമായി ഇലക്ട്രിസിറ്റി വർക്കറിൽ നിന്നും ലൈൻമാനിലേക്കുള്ള പ്രമോഷൻ ലഭിക്കുന്നതിനാവശ്യമായ ക്ലാസുകൾ നടത്തണമെന്ന് കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ INTUC നേതൃത്വം നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ചെവിക്കൊള്ളാതെ നീട്ടിക്കൊണ്ടുപോയി പാടത്ത് പണിയെടുത്തിട്ടും വരമ്പത്ത് കൂലി കൊടുക്കാത്ത അടിസ്ഥാന വർഗ ജീവനക്കാരെ വഞ്ചിച്ചവർക്കെതിരെയാകണം ഈ പണിമുടക്കെന്ന് അറിയിക്കുകയാണ്. ഈ പണിമുടക്ക് തൊഴിലാളികളുടെ സ്വപ്നമുയർത്തട്ടെ. ഈ പണിമുടക്കിൽ അധികാരികളുടെ കണ്ണു തുറക്കട്ടെ. DA കുടിശ്ശിക തന്നിട്ടിവിടെ വീമ്പുകൾ പറയട്ടെ. ആശ്രിത നിയമനം നികത്തിയിട്ടിവിടെ മേനി നടിക്കട്ടെ. ജീവനക്കാരന് കുടിശ്ശികയായുള്ള 20% ക്ഷാമവത്ത നൽകുന്നതിന് എന്താണ് നിങ്ങൾ പറയുന്ന ക്യാപ്സൂൾ ന്യായീകരണം? കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഒപ്പുവെച്ചതും യൂണിറ്റിന് 4 രൂപ 29 പൈസയുടെ ദീർഘകാല കരാർ 2040 വരെയുള്ളത് നിങ്ങൾ റദ്ദു ചെയ്ത് വീണ്ടും വിചിത്രമെന്ന് തോന്നിക്കുന്ന ഏറ്റവും വില കുറഞ്ഞ യൂണിറ്റിന് 14 രൂപയുടെയും 18 രൂപയുടെയും വൈദ്യുതി വാങ്ങി ദൂർത്തടിച്ച് ദിവസം
10 കോടി രൂപയുടെ നഷ്ടം ഈ സ്ഥാപനത്തിന് ഉണ്ടാക്കിയതോടൊപ്പം സോളാർ ബില്ലിങ്ങിലൂടെയും കായംകുളം താപനിലയത്തിന് നൽകുന്ന ഫിക്സഡ് ചാർജ് ഉൾപ്പെടെ പ്രതിദിനം 12 കോടി രൂപ നഷ്ടമുണ്ടാക്കിയിട്ട് ജീവനക്കാരുടെ DAയ്ക്ക് വേണ്ടി പ്രതിദിനം 2 കോടി രൂപ മാറ്റിവെക്കുവാൻ കഴിയാത്ത ബോർഡ് മാനേജ്മെന്റിന്റെ തെറ്റായ നയങ്ങൾക്ക് കുടപിടിക്കുന്ന വർക്കേഴ്സ് അസോസിയേഷന്റെ നിലപാടുകൾക്കെതിരെയാകട്ടെ ജീവനക്കാരുടെ ഈ പണിമുടക്ക്. 30,000 രൂപ അടിസ്ഥാന ശമ്പളമുള്ള ഒരു ജീവനക്കാരന് 20% DA നഷ്ടമാകുന്നതിലൂടെ അദ്ദേഹത്തിന്റെ ശമ്പളത്തിൽ പ്രതിമാസം 6,000 രൂപയുടെ ഭീമമായ നഷ്ടം സംഭവിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓരോ ജീവനക്കാരനോടൊപ്പവും ഭരണവിലാസം സംഘടനയും മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഈ അവസരത്തിൽ പണിമുടക്കിലൂടെ കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ INTUC അറിയിക്കുകയാണ്. അധികാരികളെ നികത്തൂ, 6,000 ഒഴിവുകൾ. ഇന്നീ ജീവനക്കാരുടെ അവകാശങ്ങൾ നിങ്ങൾ തട്ടിയെറിഞ്ഞു രസിച്ചിരിക്കുന്നു. ഇടത് പക്ഷമേ വഞ്ചന നിർത്തൂ. കേവലം 1 രൂപയ്ക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്ന മണിയാർ ജലവൈദ്യുത പദ്ധതിയുടെ നിലവിലെ കരാർ കാലാവധി കഴിഞ്ഞിട്ടും ഈ നിലയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന വില കുറഞ്ഞ വൈദ്യുതി പൊതുജനങ്ങളുടെ ആവശ്യത്തിന് ഉപയോഗിക്കാതെ കരാറുകാരന് വീണ്ടും കരാർ പുതുക്കി നൽകുന്നതിലൂടെ KEC മാനേജ്മെന്റും കുഴലൂത്തുകാരും കീസിലേക്ക് നിറയ്ക്കുവാൻ ഉദ്ദേശിക്കുന്ന കോടികൾ എത്രയാണെന്ന് അറിയുവാൻ അവകാശങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജീവനക്കാരനും ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുവാൻ പോകുന്ന പൊതുജനങ്ങളും അറിയുന്നതിനു വേണ്ടിയാണ് ഈ പണിമുടക്ക്. കുടിശ്ശിയുള്ള 20% DA ഉടൻ അനുവദിക്കുക. തടഞ്ഞുവച്ചിരിക്കുന്ന വർക്കർ, ലൈമാൻ, ഓവർസിയർ പ്രമോഷൻ പുറത്തിറക്കുക. നിലവിലുള്ള ഇലക്ട്രിസിറ്റി വർക്കർ ഒഴിവുകളിലേക്ക് PSC ടെസ്റ്റ് പാസ്സായിരിക്കുന്ന കോൺട്രാക്ടർ വർക്കർമാരിൽ നിന്നും അതോടൊപ്പം നിലവിലുള്ള PSC ലിസ്റ്റിൽ നിന്നും നടത്തുക. ബാക്കിയുള്ള ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യുക. PSC ലിസ്റ്റ് വരുന്നതുവരെ എംപ്ലോയ്മെന്റിൽ നിന്നും നിയമനം നടത്തുക. അർഹതപ്പെട്ട സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ അനുവദിക്കുക. പുനർസംഘടനയുടെ മറവിൽ ജീവനക്കാരുടെ എണ്ണം വെട്ടിക്കുറയ്ക്കുവാനുള്ള നീക്കം ഉപേക്ഷിക്കുക. ധൂർത്ത് അവസാനിപ്പിക്കുക. ലൈനിലുണ്ടാകുന്ന അപകടങ്ങളുടെ ബാധ്യത ജീവനക്കാരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഉത്തരവ് റദ്ദാക്കുക. OAയിൽ നിന്നും ക്യാഷ്യറിലേക്കുള്ള 10% പ്രമോഷനും ക്യാഷ്യർ സ്കെയിലിൽ താഴെയുള്ള മറ്റു കാറ്റഗറിയിൽ നിന്നും ക്യാഷ്യറിലേക്കുള്ള 10% പ്രമോഷനും നടത്തുക. സബ് എഞ്ചിനീയർ ഇൻ സർവീസ് കോട്ട 10% ഉടൻ വിളിക്കുക. ശമ്പള പരിഷ്കരണ ചർച്ച തുടങ്ങുക. നിലവിലുള്ള 6,000-ൽ പരം ഒഴിവുകൾ നികത്തുക. KEC പെൻഷൻ മാസ്റ്റർ ട്രസ്റ്റിന് നൽകുവാനുള്ള തുക ഉടൻ നൽകുക. മണിയാർ 12 മെഗാവാട്ട് പദ്ധതി KEC ഏറ്റെടുക്കുക. KEC ലിമിറ്റഡിനെ സ്വകാര്യവൽക്കരിക്കുവാനുള്ള നീക്കം അവസാനിപ്പിക്കുക. ത്രികക്ഷി കരാർ ലംഘനം അവസാനിപ്പിക്കുക. കാൾ സെന്ററിലേക്ക് പുറം കരാർ നിയമനം നൽകുവാനുള്ള നീക്കം അവസാനിപ്പിക്കുക. ശമ്പള പരിഷ്കരണ കരാറുകൾ അംഗീകാരം നൽകുക. നിഷേധിക്കപ്പെട്ട നിരവധി അനവധിയായ അവകാശങ്ങൾ കവർന്നെടുക്കുന്നതിനെതിരെ ഇനിയും പ്രതികരിക്കാതെ എല്ലാം അറിഞ്ഞിട്ടും കണ്ടില്ല കേട്ടില്ല എന്ന ഭാവത്തിൽ ആരെയോ ഭയന്ന് മുന്നോട്ട് പോകുന്നവന്റെ കാൽ ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുമ്പോഴും വാഴ്ത്തുപാട്ടുകളുമായി പിടിച്ചു നിൽക്കുവാൻ ശ്രമിക്കുന്നവരെ കാലം നിങ്ങൾക്ക് മാപ്പ് തരില്ല. വരും തലമുറയുടെ അവകാശങ്ങൾ കൂടി സംരക്ഷിക്കുന്നതിനാണ് കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ INTUC ജനുവരി 22-ന് പണിമുടക്കുന്നത്. എല്ലാ തൊഴിലാളി സുഹൃത്തുക്കളും ഈ പണിമുടക്കിൽ പങ്കെടുത്ത് ഈ പണിമുടക്ക് ഒരു വൻ വിജയമാക്കുവാൻ അഭ്യർത്ഥിക്കുകയാണ്. മണിയാർ പദ്ധതി ഇഷ്ടക്കാർക്ക് വിറ്റ് തുലയ്ക്കുന്നു. ദൂർത്തുകൾ കൊണ്ട് ബോർഡിനെ പോലും നഷ്ടത്തിലാക്കുന്നു. ഇടിയും മഴയിലും ജോലികൾ ചെയ്യും ലൈൻമാൻ ഉണരട്ടെ. വിശ്രമമില്ലാതെ വേലകൾ ചെയ്യും വർക്കർ ഉണരട്ടെ. സമരത്തിലൂടെ അവകാശങ്ങൾ നേടാം.